പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് ആ സ്കൂളിലാണ് എന്ന് മനസ്സിലാക്കുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയാണ്. തത്സമയം നിങ്ങളുടെ ഒരു സഹായം വേണം കേട്ടോ. അതല്ല ഈ സംഭവങ്ങളുടെ വേരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അതിപ്പോ വേണം. ഇത് സ്റ്റോറി ഉള്ളത് പുറത്തുനിന്നുള്ള ആണവ നിലയത്തിൽ കൊണ്ടുപോയി മറ്റേ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ഇവിടെ മേടിക്കലുണ്ട്. ഇവിടെ ഉണ്ടാക്കാനുള്ള പ്രപ്പോസലായി പറഞ്ഞിട്ടില്ല. അത് പൊതു ചർച്ച വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയേ ചെയ്യുള്ളൂ. എല്ലാവരുടെയും സമ്മതത്തോട് ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കിയ ശേഷം നമുക്ക് തോറിയത്തിൽ അണുശക്തിയല്ല തോറിയം, രണ്ട് വ്യത്യാസമുണ്ട്. അണുശക്തിയിൽ വേസ്റ്റ് വരാം, പരിസ്ഥിതിക്ക് കോട്ടം വരും. അതൊന്നും വരില്ല. ഇത് ഏകദേശം വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ 200 കൊല്ലത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കേണ്ട തോറിയം നമ്മളുടെ ഉണ്ട് കേരളത്തിനകത്ത്. ഇത് പ്രോസസ്സ് ചെയ്യുന്നത് അതിവിടെയല്ല, അതിവിടെ എടുക്കില്ല അധികം. ഇവിടെ എന്താ വെച്ചാൽ തൊടാൻ പോയാൽ നിങ്ങൾ തന്നെ കുഴപ്പമുണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് അല്ല, എല്ലാവരെയും ആരും ഒരാളിനെയും വിഷമിപ്പിച്ചിട്ട് എടുക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടേ? ഇറിഗേഷനിൽ 3000 TMC വെള്ളമുണ്ട്, നമ്മൾ 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. അവിടെ ഒരു പ്രോജക്റ്റ് വരാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ നിന്ന് എല്ലാം മേടിച്ച് ചെയ്യുമ്പോൾ ₹1 വില കയറിയാൽ അതിന് വേറെ വിഷമം. അത് വിവാദം ഉണ്ടാക്കി വിടുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പണി. അത് ഞങ്ങൾ വിവാദത്തിനില്ല. ശരി. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്കൂളിലെത്തി ഈ തകർത്ത പുൽക്കൂടൊക്കെ സന്ദർശിച്ച ശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഈ രണ്ട് സംഭവങ്ങൾക്കും, നല്ലേപ്പള്ളിയിലെ സംഭവത്തിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ തത്തമംഗലത്തെ സംഭവത്തിനും തമ്മിൽ സാമ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഇതിലെ അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്കൂളുകൾ അദ്ദേഹം ഇതിനോടകം തന്നെ സന്ദർശിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തെ നേരിൽ വിളിച്ച് കാര്യം ചോദിച്ച് മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ കാര്യമാണോ സംസാരിച്ചത്? വളരെ കേട്ടില്ല നിങ്ങളുടെ അടുത്ത് പറയണത്. അതെ, വളരെ ഗൗരവമല്ലേ ഇതൊരു. എന്താ വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ വളരെ സമാധാനപരമായി കഴിയാണ്. ഈ ക്രിസ്മസിന് എല്ലാ മതക്കാരും ആഘോഷിക്കും, പെരുന്നാളിന് എല്ലാ മതക്കാരും, ഓണത്തിനും എല്ലാവരും ആഘോഷിക്കും. ആ ഒരു ചിന്ത മാറ്റിയില്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. SP ആയിട്ട് സംസാരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കും. അപ്പോൾ ഇതിൽ ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ നല്ലേപ്പള്ളിയിലേത് VHP സംഘമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ തത്തമംഗലത്ത് ആരാണ് ഇത്തരത്തിൽ കുട്ടികൾ ഉണ്ടാക്കി പുൽക്കൂട് നശിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത കൈവന്നിട്ടില്ല. അതിനുവേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ചിറ്റൂർ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അവരുടെ ചിറ്റൂർ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. റിജിത്ത്, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിൽ VHP പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെട്ടതിന് പിന്നാലെ സൗഹൃദ കാരൽ സംഘടിപ്പിച്ച് DYFIയും യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ VHP പ്രവർത്തകർ ഈ ആഘോഷം തടഞ്ഞു എന്നുള്ള പരാതി, വിവാദം, അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയി നിൽക്കുന്നതിനിടയിലാണ് തത്തമംഗലത്ത് നിന്ന് സമാന സ്വഭാവമുള്ള ഒരു പരാതി കൂടി വരുന്നത്. ഈ രണ്ട് വിഷയവും വളരെ വിശദമായി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് ഇതിൽ ഈ VHP പ്രവർത്തകരുടെ ഈ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൽ DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം, അതെങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീജിത്ത്, വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. നല്ലേപ്പള്ളി സ്കൂളിലും ഇവിടെ വെള്ളിയാഴ്ചയാണ് ഈ ക്രിസ്മസ് ആഘോഷം, നല്ലേപ്പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടയാനാണ്, കരോൾ തടയാനാണ് ശ്രമം നടത്തിയത്. ഇവിടെ പക്ഷേ ഈ പുൽക്കൂട് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ നല്ലേപ്പള്ളിയിലെ സംഭവം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കരൾ നടത്തുന്ന സമയത്ത് അവിടേക്ക് ഈ VHP പ്രവർത്തകർ എത്തുന്നു. ശ്രീകൃഷ്ണ ജയന്തിയാണ് സ്കൂളിൽ ആഘോഷിക്കപ്പെടേണ്ടത്, ഇത്തരത്തിലുള്ള പരിപാടികൾ ആഘോഷിക്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അധ്യാപകരെ, പ്രധാന അധ്യാപിക ഉൾപ്പെടെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് സ്ഥിതി വഷളാകുന്നു എന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ചിറ്റൂർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ 3 പ്രവർത്തകരെ, VHPയുടെ 3 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ
അവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സൗഹൃദ കരൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്കൂളിന് മുന്നിൽ വെച്ചായിരുന്നു ഇരു രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ നടന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് അധ്യാപക സംഘടനയുടെ പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. അതിന് ഏതാണ്ട് വളരെ അടുത്ത് തന്നെയാണ് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ള ഈ തത്തമംഗലം സ്കൂളിലാണ്. ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ഇത്തരത്തിലെ ഇവിടെയും വെള്ളിയാഴ്ചയാണ് ഇവിടെയും പുൽക്കൂട് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും ആരോ ഇവിടേക്ക് എത്തി ഈ പുൽക്കൂട് തകർക്കുകയും പുൽക്കൂട് തകർക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രില്ലിനുള്ളിലാണ് പുൽക്കൂടുള്ളത്. അപ്പോൾ അതിനകത്തേക്കൊരു വലിയ കമ്പിട്ടുകൊണ്ട് ആ പുൽക്കൂട് പൂർണ്ണമായി തകർക്കുകയും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ മതിലും മറ്റും തകർക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചിറ്റൂർ പോലീസ് ഇവിടെ സീൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാരാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക കുട്ടികൾ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അത്രമേൽ അസഹിഷ്ണുതയുള്ള ആളുകളായിരിക്കണം ഇതിന് പുറകിൽ എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയാണ് തത്തമംഗലത്ത് നിന്ന്. സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ള കാര്യം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുകയായിരുന്നു. തത്തമംഗലത്തെ കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വരും. വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് നല്ലേപ്പിള്ളിയിലെ സംഭവത്തിൽ ചിറ്റൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവുന്നുണ്ട്. ദിഗിൽ പ്രമേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.